പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയെ ഒടുവിൽ കേരള പോലീസ് പിടികൂടിയത് തന്ത്രപരമായ നീക്കത്തിലൂടെ. ഇനി കാപ്പ ഉൾപ്പെടെ ചുമത്താനാണ് നീക്കം. പോലീസിനെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കാനാകില്ല എന്ന് ADGP P. വിജയൻ. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്നുള്ളതാണ് തീരുമാനം. പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ചും വട്ടം കറക്കിയും 4 ദിവസമാണ് അർജുൻ ആയങ്കി വിലസിയത്. നാടുനീളെ വലവിരിച്ച് പോലീസ് പരക്കം പാഞ്ഞപ്പോൾ ഒളിയിടങ്ങൾ മാറി മാറി പോലീസിനെ കബളിപ്പിക്കുകയായിരുന്നു അർജുൻ ആയങ്കി. പോലീസല്ല, ആയങ്കിയാണ് വട്ടം കറങ്ങിയതെന്ന് ADGP P. വിജയൻ. വീഡിയോകൾക്ക് ലൈക്കടിച്ച ഫാൻസുകാർക്കും മുന്നറിയിപ്പ്. ഞങ്ങൾ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കാണുകയും അതിന് പോസ്റ്റ് ലൈക്ക് ഇടുകയും കമന്റ് ഇടുകയൊക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലുണ്ട്. വെല്ലുവിളിക്കുന്ന ഗുണ്ടകൾക്ക് ആഭ്യന്തരമന്ത്രിയുടെ മുന്നറിയിപ്പ്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാവില്ല. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ല. ഇനി 1.5 പൂട്ടിട്ട് ആയങ്കിയെ പൂട്ടാനാണ് പോലീസിന്റെ നീക്കം. കാപ്പ നിയമപ്രകാരം അദ്ദേഹം അർഹതയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നടപടികൾ സ്വീകരിക്കും. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ്, സ്വർണം പൊട്ടിക്കലിനിടെയുണ്ടായ അപകടത്തിന് പിന്നാലെയുള്ള കേസ്, മീനാക്ഷിപുരം സ്വർണം തട്ടിയെടുക്കൽ കേസ് തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകൾ തലയിലുള്ള ആയങ്കി വീണ്ടും പിടിയിലാകുമ്പോൾ പോലീസിന് സ്ഥിരം തലവേദനയാകുന്ന ക്രിമിനലിലാണ് കൈവിലങ്ങ് വീണത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.